ടെക് വെൽഡിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലൈവായിട്ട് ഒരു എമർജൻസി ലാമ്പ് എങ്ങനെ ശരിയാക്കാം, എങ്ങനെയാണ് ആക്ച്വലി ഇതൊക്കെ ശരിയാകുന്നതെന്ന് ഒരു ചെറിയൊരു സാമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വർക്കാണ്, അത് എങ്ങനെ ശരിയാക്കാൻ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആ ലൈവായിട്ട് നമുക്ക് എങ്ങനെയാണ് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഉപകരണം കിട്ടുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നുള്ള കാര്യമാണ്. എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഓപ്പൺ ചെയ്യുമെന്ന് എളുപ്പമുള്ള കാര്യമായിരിക്കണമെന്നില്ല. ഇവിടെ ബോട്ടത്തുള്ള ചില സംഭവങ്ങളൊന്നും കാണുന്നില്ല. ഇത് കൊണ്ടുവന്നപ്പോൾ ഈ വൃത്തിയൊന്നും ഇല്ല, ഞാൻ കൈ പറക്കി എടുത്തേയുള്ളൂ. അപ്പോൾ സൈഡിലാണ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ആദ്യം നോക്കാം, ഇതിൻ്റെ വർക്കിങ്ങും പ്രശ്നവും എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കുന്നത്. ലൈറ്റ് കത്തുന്നുമില്ല. കൊണ്ടുവന്നപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു, ചെറിയ എന്തോ ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ അതൊന്ന് വലിയ പ്രശ്നമായി മാറി. എന്തായാലും ലൈറ്റ് തുറന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചു പൊളിക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സ്ക്രൂകൾ കാണാം. അപ്പോൾ ആ സ്ക്രൂ ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് പോകാം. ഒരു ലെഡ് ആസിഡ് ബാറ്ററി ആണെന്ന് തോന്നുന്നു. അതുപോലെ ഒരു ബോർഡ് കാണാം. ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ തന്നെ മനസ്സിലായത് അല്പം പഴക്കമുള്ള ഒരു ഉപകരണമാണെന്ന് മനസ്സിലാക്കാം. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ സ്വിച്ച് ഇളവ് തെറിച്ച് പോയോ അത് ഇനി അപ്പുറത്തെ സൈഡിലാണോ എന്ന് നോക്കണം. ഇല്ല, അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ തന്നെ ആ ബോർഡ് ഇളക്കിയാൽ മാത്രമേ നമുക്കിനി ആ സൈഡിലെ സ്വിച്ചിലോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് വരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ബോർഡ് ഒന്ന് നോക്കാം. ഇത് രണ്ട് മോഡുണ്ട് ഈ ലൈറ്റിന്. രണ്ടെന്ന് പറയുമ്പോൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് ഏത് മോഡാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇങ്ങനത്തെ ടൈപ്പാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മോഡൽ മനസ്സിലാക്കാൻ വേണ്ടി, എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡ് ഇടുകയാണ്. ഓക്കെ, അതിൽ ഞാൻ കണ്ടിന്യൂറ്റി മോഡ് ഇട്ടിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ഇപ്പോൾ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പോയിന്റ് കണ്ടിന്യൂറ്റി കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് മോഡിലല്ല, ലാസ്റ്റ് മോഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡിലോട്ട് മാറ്റി. ഓക്കെ, വർക്കിംഗ് ആണ്. സ്വിച്ച് ഇപ്പോൾ വർക്കിങ്ങിലാണ്, ബട്ട് ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ കണക്ഷൻസ് കറക്റ്റ് വരുന്നുണ്ടെന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിനുവേണ്ടി ബാറ്ററിയുടെ നെഗറ്റീവ് എവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ബൾബിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്.
അതിനർത്ഥം അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അതിൽ ആൾറെഡി പവർ വരുന്നുണ്ട്. അടുത്ത അതിൻ്റെ പോസിറ്റീവ് ടെർമിനലോട് ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആൾറെഡി ഞാൻ സ്വിച്ച് ഓണാക്കി ഇട്ടുകയാണ്. പോസിറ്റീവ് ടെർമിനലോട്ട് കറണ്ട് വരുന്നുണ്ട്, എന്നിട്ടും ബൾബ് കത്തുന്നില്ല. അതിനർത്ഥം ബാറ്ററിക്ക് പവറില്ല എന്ന് തന്നെയാണ്. ഇതിപ്പോൾ കറണ്ട് കൊടുത്തിരിക്കുകയാണ്, ബട്ട് ലൈറ്റ് കത്തുന്നില്ല. അതിന് എന്താണ് പ്രശ്നം എന്നറിയത്തില്ല. ബാറ്ററിയിലോട്ട് കറണ്ട് വരുന്നുണ്ട്, അതുപോലെ ഈ ലൈറ്റിലോട്ടും കറണ്ട് വരുന്നുണ്ട്, എന്നിട്ടും കത്തുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ലൈറ്റിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു ഫാൻ എടുത്ത് ഇപ്പോൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. നേരത്തെ കണക്ട് ചെയ്തതുപോലെ കൊടുക്കുന്ന സമയത്ത് ഷോർട്ട് ആവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല. ഫാൻ കറങ്ങുന്നുണ്ട്, ഇപ്പോൾ നല്ല രീതിയിൽ കാറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ലൈറ്റിലോട്ട് വരുന്നുണ്ട്, അതേ സമയത്ത് ഈ ലൈറ്റാണ് കത്താത്തത്. അപ്പോൾ ലൈറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇനി ഈ ലൈറ്റ് അതിന് പൊളിച്ചെടുക്കുക, എന്നിട്ട് അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ബൾബ് ഇപ്പോൾ പ്രകാശിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പോയി ബട്ട് ഇവിടെ മറ്റൊരു പ്രശ്നം വന്നു. കാരണം ഞാൻ ഓഫാക്കിയ സമയത്ത് പെട്ടെന്ന് കത്തി. അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെ ആയിരിക്കാം. കാരണം കൊടുത്തിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യത്തില്ല, ഓഫ് ആകുന്ന സമയത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ മറ്റൊരു ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് ഇതിലോട്ട് കണക്ഷൻ വരുന്ന ഏതെങ്കിലും കമ്പോണൻറ്റിന് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ കറണ്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ ആ ബാറ്ററി ഡയറക്റ്റാണ് ആ ഫാൻ കണക്ട് ചെയ്ത് നോക്കിയത്. അതേ സമയത്ത് ഇതിലോട്ട് വരുന്ന കണക്ഷനിലോട്ടല്ല കണക്ട് ചെയ്തത്. അത് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഒരു ചെറിയൊരു മാറ്റം കൂടെ വരുത്തി നോക്കാറുണ്ട്. ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇനി ആ ഫാൻ ഒന്നുകൂടെ കണക്ട് ചെയ്യുന്നു. ബട്ട് ഇപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ആ ലൈറ്റിലോട്ട് വരുന്ന കണക്ഷനോട് കണക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഫാന് കറങ്ങുന്നില്ലെങ്കിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ചെറിയൊരു തകരാറ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, ലൈറ്റ് പുറത്തിരിക്കുകയാണ്. വളരെ കുറഞ്ഞ വോൾട്ടേജാണ് ഇതിലോട്ട് വരുന്നത്, ചെറിയൊരു വോൾട്ടേജ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിനർത്ഥം ബാറ്ററി ഇപ്പോൾ വളരെ ലോ എന്നാണ്. ഞാൻ അടുത്ത മോഡിലോട്ട് ഇട്ട് പോകുന്നു. ഓഫായി. ഫസ്റ്റ് മോഡ് സെക്കൻഡ് മോഡിലോട്ട് വലിയ വ്യത്യാസം വരുന്നില്ല. അതിനർത്ഥം അവിടെ എന്തോ ഒരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഓക്കെ, വെൽ, അപ്പോൾ അവസാനം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി. കുറേ നേരം ചാർജ് ചെയ്തിട്ടിരുന്നു, ചാർജിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ മറ്റു ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആൾറെഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് മോഡിലും
സ്വിച്ചിൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നും ആൾറെഡി ഇല്ല. ഇത്രയുമായിരുന്നു ഇതിൻ്റെ പ്രശ്നം.